1979 ഒരു സ്ത്രീ ഡോക്ടറെ കാണേണ്ടി പോയി. അവിടെ കാലിൽ ഒരു മറുകുണ്ടായിരുന്നു. പക്ഷെ അതിന് വേദനയോ ചോര വരികയോ അങ്ങനെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവരുടെ ഡോഗ് ഏത് സമയവും ആ മറുക് നോക്കിയിരിക്കുകയും അത് കടിച്ച് എടുക്കാൻ നോക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അവർ ഡോക്ടറെ കാണേണ്ടി പോകും. ഡോക്ടറെ സീരിയസ് ആയിട്ട് എടുത്തു. ഡോക്ടറെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെലനോമ എന്ന് പറയുന്ന ഒരു സ്കിൻ ക്യാൻസർ ആയിരുന്നു. ഈ കഥ പബ്ലിഷ് ആയിട്ട് വന്നു. ഇത് ശാസ്ത്രജ്ഞരെ ചിന്തിപ്പിച്ചു. ഡോഗ്സിന് ക്യാൻസർ സ്മെൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിലെ ഓരോ സെൽസും ഒരു കെമിക്കൽ ഫാക്ടറിയാണ്. അവിടെ നിന്ന് വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് അവർ റിലീസ് ചെയ്യും. ഇങ്ങനെയുള്ള സെൽസിന് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വരുമ്പോൾ റിലീസ് ചെയ്യുന്ന കെമിക്കൽസിന്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. ഇതിനായിട്ട് നമുക്ക് ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി, മാസ് സ്പെക്ട്രോമെട്രി ഡിവൈസുകളുണ്ട്. ഇത് കെമിക്കൽസിനെ വേർതിരിച്ചറിയാനുള്ള വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡിവൈസുകളാണ്. അപ്പോൾ ഡോഗ്സിന് ഇത് വേർതിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ നമ്മൾ ഡോഗ്സിനെ ട്രെയിൻ ചെയ്ത് ശ്വാസത്തിൽ ലങ് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡോഗുകളെ, മൂത്രത്തിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡോഗുകളെ, ഗ്ലൂക്കോസ് കുറയുന്ന, സ്ട്രെസ് വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്ന സർവീസ് ഡോഗുകളെ, അങ്ങനെ പല ഡോഗുകളെയും നമുക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിച്ചു. ഇതൊരു ഫുൾ പ്രൂഫ് മെത്തേഡ് ഒന്നുമല്ല. ഡോഗ്സിന്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരാം. പക്ഷെ കോടിക്കണക്കിന് രൂപ വില വരുന്ന മെഷീനുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡോഗ്സ് ഭയങ്കര കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. മണക്കാൻ കഴിവുള്ള ഒത്തിരി ജീവികളുണ്ട്. പക്ഷേ ഡോഗ്സിനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമ്മുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഡോഗ്സിനെ സ്പെഷ്യൽ ആക്കുന്നത്. ഞാനൊരു നല്ല മണമുള്ള കെമിക്കൽ എടുക്കുവാണ്. അതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് ഞാൻ ഒളിമ്പിക് സൈസുള്ള ഒരു പൂളിലേക്ക് ഇട്ടു. നമുക്ക് സ്മെല്ല് ചെയ്യാൻ പോയിട്ട് അത് എവിടെയാണ് ഇട്ടതെന്ന് പോലും പറയാൻ സാധിക്കില്ല. ഇനി അതിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് ഞാൻ 20 ഒളിമ്പിക് സൈസുള്ള പൂളുകളിലേക്ക് ഇട്ടു. ഈ പോയിന്റിൽ ആ കെമിക്കൽ കണ്ടുപിടിക്കാൻ തന്നെ പറ്റില്ല, കാരണം അതിന് ഡൈല്യൂഷൻ അത്രയും അധികമാണ്. പക്ഷെ അതുവഴി ഒരു ഡോഗ് നടന്ന് പോവുകയാണെങ്കിൽ ഈ പൂളിൽ കെമിക്കൽ ഉണ്ടെന്നും അത് ഏത് പൂളിലാണെന്നും അവർ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഫൺ ഫാക്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള മൂക്കുള്ള ഡോഗുകൾക്ക് എങ്ങനെയാണ് ഇത്രയും സ്മെല്ലുകൾ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് എങ്ങനെയാണ് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത്? അവരെങ്ങനെയാണ് മണക്കുന്നതിൽ ഇത്രയും സൂപ്പർ ആയത്? നമ്മുടെ മൂക്കിൽ എത്ര സ്മെൽ സെൻസേഴ്സ് ഉണ്ടെന്ന് അറിയാം. നമ്മുടെ മൂക്കിൽ ഏകദേശം 6 ലക്ഷം സ്മെൽ സെൻസേഴ്സ് ഉണ്ട്. ഇനി ഡോഗ്സിന്റെ മൂക്കിൽ എത്ര ഉണ്ടെന്ന് അറിയാം. റെഡ് ഹൗണ്ട്, ജർമ്മൻ ഷെപ്പേർഡ് പോലെ ഡോഗ്സുകളിൽ 30 കോടി സ്മെൽ സെൻസേഴ്സ് ഉണ്ട്. 30 കോടി സെൻസ്. നമുക്കൊരു തോട്ട് എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങൾ അടുക്കളയിലേക്ക് പോകണം. നിങ്ങളുടെ അമ്മ അവിടെ സാമ്പാർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാമ്പാറിന് മണകട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അമ്മ സാമ്പാർ ഉണ്ടാക്കുകയാണ്. ഇനി ഇങ്ങനെ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ആ സാമ്പാറിലെ ഓരോ ഇൻഗ്രീഡിയൻസും വേർതിരിച്ചറിയാൻ പറ്റിയെങ്കിലോ? എപ്പോൾ എണ്ണ ഒഴിച്ചു, ഉപ്പുണ്ടോ, ക്യാരറ്റ് ഇട്ടുണ്ടോ, 10 മിനിറ്റ് മുന്നേ എണ്ണ ഒഴിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേർതിരിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാലോ? ഏകദേശം ഇതുപോലെയാണ് ഡോഗ്സ് സ്മെല്ല് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ മണക്കുന്നുണ്ട്, അതിനൊപ്പം ശ്വസിക്കുന്നുമുണ്ട്. പക്ഷേ ഡോഗ്സ് ശ്വസിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. ഒരൊറ്റ സെക്കൻഡിൽ അവർ 5 തവണ സ്നിഫ് ചെയ്യും. അവരുടെ മൂക്കിനകത്ത് അലർ ഫോൾഡ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ട്. അതും ബോണി സ്ട്രക്ചേഴ്സ് എല്ലാം കൂടിയിട്ട് എയറിനെ ഡിവൈഡ് ചെയ്യും. കുറേ എയർ ലങ്സിലേക്ക് പോകും, കുറച്ച് എയർ സ്മെല്ലിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയയിലേക്ക് മാറിപ്പോകും. ഇങ്ങനെ സെപ്പറേഷൻ ഉള്ളതുകൊണ്ട് അവർ ഓടിയാലും ചാടിയാലും കിതച്ചാലും ഒക്കെ സ്മെൽ ചെയ്യുന്ന ഏരിയ സെപ്പറേറ്റ് ആയിട്ട് വെക്കാനും അത് അനലൈസ് ചെയ്യാനും അവർക്ക് പറ്റും. മറ്റൊരു കാര്യമുള്ളത്, അവർ സ്മെൽ ചെയ്യുന്ന കെമിക്കൽസ് നോസിന്റെ ഫ്രണ്ടിൽ നിന്ന് പോവാതിരിക്കാനായിട്ട് നോസിന്റെ സൈഡിലെ സ്ട്രിപ്പിൽ കൂടിയാണ് അവർ എക്സ്ഹേൽ ചെയ്യുന്നത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെക്കൻഡിൽ 5 തവണ നടക്കുന്നത്. ഡോഗ്സിന്റെ മൂക്കിനകത്ത് തിന്നായിട്ടുള്ള ബോൺസിന്റെയും കാർട്ടിലേജിന്റെയും ഒക്കെ ഫോൾഡ് പോലെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നേസൽ ടർബിനേറ്റ്സ് എന്ന് പറയും. ഇതിലൂടെ വായുവിൽ സ്മെൽ ചെയ്യാൻ പറ്റുന്ന കെമിക്കൽസ് ഒക്കെ പാസ് ചെയ്യും. ഇതിൽ ഓരോ കെമിക്കലും അതിന്റെ ടൈപ്പ് അനുസരിച്ച് ഈ ഫോൾഡിലെ പല സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യാം. അപ്പോൾ എല്ലാ കെമിക്കൽസും ഒരു സ്ഥലത്ത് തന്നെ സ്റ്റിക്ക് ചെയ്യാതെ പല സ്ഥലത്ത് സ്റ്റിക്ക് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് സോക്ക് ചെയ്യാനായിട്ട് എളുപ്പം. ഇങ്ങനെ മൂക്കിൽ അവർ കളക്ട് ചെയ്യുന്ന ഡാറ്റയൊക്കെ ബ്രെയിനിലെ ഓൾഫാക്ടറി ബൾബ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് പോകും. അവിടെയാണ് ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയാണ് അവരുടെ ഓൾഫാക്ടറി ബൾബ്. നമ്മുടെ ബ്രെയിനിന്റെ അനുപാതമായിട്ട് നോക്കുകയാണെന്ന് വെച്ചാൽ അവരുടെ ഓൾഫാക്ടറി ബൾബ് നമ്മുടേതിനേക്കാൾ 30 ഇരട്ടിയാണ്. ഇനി എൻ്റെ ഫേവറേറ്റ് പാർട്ട്, 2022 കോർണൽ കോളേജ് റിസർച്ച് സെന്ററിൽ കണ്ടുപിടിച്ചെന്നറിയാം. ഈ ഓൾഫാക്ടറി ബൾബിൽ നിന്ന് നമ്മുടെ കാഴ്ചയെ സഹായിക്കുന്ന ഓസിപിറ്റൽ ലോബിലേക്കും ഒരു കണക്ഷൻ പോകുന്നുണ്ട്. ഇതൊരു വലിയ ഡിസ്കവറി ആയിരുന്നു. നമ്മൾ പഠിച്ച ഒരു അനിമൽസിലും ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ കണ്ടിട്ടില്ല. ഇത് മുഴുവനായിട്ട് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ഒരു കണക്ഷൻ കൂടി ഉള്ളത് കൊണ്ടാണ് ഡോഗ്സിന് അവർക്ക് ചുറ്റുമുള്ള ഏരിയയുടെ ഒരു മെന്റൽ മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, ഇത് നമ്മുടെ കാഴ്ചയേക്കാൾ അടിപൊളിയാണ്. നമ്മൾ റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഡോറ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ആ ഡോറ് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഒരു ഡോഗ് സെൻസ് ചെയ്യുന്ന അങ്ങനെയല്ല. ഒരു ഡോഗ് റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ മുമ്പിൽ ഒരു ഡോർ ഉണ്ടെന്നും ആ ഡോറിൻ്റെ പിന്നിൽ മറ്റൊരു വ്യക്തി ഉണ്ടെന്നും അയാൾ ഇത്ര ദൂരെയാണ് നിൽക്കുന്നതെന്നും മനസ്സിലാക്കാണ്ട് അവർക്ക് സാധിക്കും. അതുകൊണ്ടാണ് ബ്ലൈൻഡ് ആയിട്ടുള്ള പല ഡോഗ്സിനും നമ്മളെക്കാൾ ഈസി ആയിട്ട് നടക്കാണ്ട് സാധിക്കുന്നത്. ഡോഗ്സിൽ കണ്ട പോസ്റ്റിലും വണ്ടിയിലൊക്കെ മൂത്രമൊഴിച്ചെന്ന് കണ്ടിട്ടില്ലേ? അവർക്ക് സമയം മണത്തറിയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞാൽ. ഓരോ കെമിക്കൽസും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നത് ഓരോ റേറ്റിലാണ്. ചിലത് വോളറ്റൈലായിരിക്കും, പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ചിലത് കുറേ സമയം എടുത്തിട്ടേ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഡോഗ്സിന് വേറൊരു ഡോഗ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇത്ര മണിക്കൂർ മുന്നെയാണ് വന്നത്. അതൊരു പെൺപട്ടിയാണ്, പുള്ളി ബ്രീഡ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊന്നും കൂടാതെ ജേക്കബ്സ് നോർമൽ എന്ന് പറയുന്ന ഒരു അഭയം കൂടി അവർക്കുണ്ട്. ഇതുകൊണ്ടാണ് അവർക്ക് മറ്റ് അനിമൽസ് മേറ്റ് ചെയ്യാറായോ, അവരുടെ ഇമോഷൻ എന്താണ്, അവരുടെ മൂഡ് എന്താണ് എന്നൊക്കെ അറിയാനായിട്ട് ഈ ഓർമ്മ കൊണ്ട് സാധിക്കും. ബ്ലഡ് ഹൗണ്ട് പോലുള്ള ട്രാക്കർ ഡോഗ്സിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്കിൻ ഫ്ലേക്സ് പോലും അവർക്ക് മണത്ത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണ് സെക്കൻഡിൽ 5 തവണ സ്നിഫ് ചെയ്യാൻ പറ്റുന്ന 30 കോടി സെൻസേഴ്സ് ഉള്ള പാർട്സ് പെർ ട്രില്യൺ അളവിലുള്ള കെമിക്കൽസിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്ന
ക്യാൻസർ കണ്ടുപിടിക്കാൻ കഴിയുന്ന ഡോഗ്സ് സൂപ്പർ ഹീറോസ് ആയിട്ട് മാറുന്നത്.